Hello students, welcome to Shamin Science class. Motion in one dimensional. നമ്മൾ ഇന്ന് ആവറേജ് വെലോസിറ്റിയും ആവറേജ് സ്പീഡിനെ കുറിച്ചുമാണ് പഠിക്കാൻ പോകുന്നത്. അതിന് പുറമെ നമുക്ക് കുറച്ച് പ്രോബ്ലംസിൻ്റെ സഹായത്തോടു കൂടി അതെങ്ങനെ മനസ്സിലാക്കാം, എളുപ്പത്തിൽ പഠിക്കാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അടിക്കുക, മറന്നുപോകാതെ. എന്നിട്ട് ചാനൽ ലൈഫ് ടൈം സബ്സ്ക്രിപ്ഷനിലൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് ആ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടെലിഗ്രാമിൽ സംശയങ്ങൾ ചോദിക്കാം. ഞങ്ങളൊരു ടെലിഗ്രാം ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു. അതേപോലെ തന്നെ ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റാത്ത കുട്ടികളുണ്ടെങ്കിൽ സയൻസ് ട്യൂഷൻ എന്ന ടെലിഗ്രാം ആപ്പിൻ്റെ റൈറ്റ് സൈഡ് ടോപ്പിൽ സെർച്ച് ബട്ടണിൽ സെർച്ച് ചെയ്ത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഡൗട്ട്സും ക്വയറീസും നിങ്ങൾക്ക് വാട്സാപ്പിലും ചോദിക്കാം. വാട്സാപ്പ് നമ്പറും കൂടെ ഇവിടെ കൊടുക്കുകയാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്കിപ്പോൾ ഇന്ന് നേരെ ഡയറക്റ്റായിട്ട് മൂന്നാമത്തെ ക്ലാസ് ആയിട്ടുള്ള മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിൽ ആവറേജ് സ്പീഡ് അല്ലെങ്കിൽ ആവറേജ് വെലോസിറ്റിയുമായി ബന്ധപ്പെട്ട കോൺസെപ്റ്റ്സ് പഠിക്കും. ഓക്കെ, സോ ആദ്യം നമ്മൾക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, എങ്ങനെയാണ് ചേഞ്ച് ഇൻ പൊസിഷനും എങ്ങനെയാണ് ചേഞ്ച് ഇൻ ടൈമും വെച്ചിട്ട് നമുക്ക് എന്നെ സ്പീഡ് കണ്ടുപിടിക്കാൻ പറ്റുക, അല്ലെങ്കിൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഞാൻ 2 ദിവസം മുന്നേയുള്ള ക്ലാസ്സിൽ പറഞ്ഞു, അതായത് എന്നെ ആവറേജ് വെലോസിറ്റി അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത് പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പാണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്കൊരു പൊസിഷൻ ടൈം ഗ്രാഫ് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് വരച്ച് നോക്കാം. ഓക്കെ, സോ ദിസ് ഈസ് ദ പൊസിഷൻ ടൈം ഗ്രാഫ്. ഒരു ഗ്രാഫ് വരയ്ക്കുന്നു. ഇത് പൊസിഷനാണ്, ഇത് ടൈമാണ് അല്ലേ. ദിസ് ഇസ് ടൈം ആൻഡ് ദിസ് ഇസ് പൊസിഷൻ. ഇതിന് നമ്മൾ ഒറിജിൻ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 2 ടൈം ഇൻ്റർവെല്ലിൽ സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ടൈം ഇൻ്റർവെല്ലിൽ സെലക്ട് ചെയ്യുന്നത് ഏകദേശം ഇതൊരു ഏകദേശം 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ്, 4, 5, 6, 7 സെക്കൻഡ് ടൈം ഇൻ്റർവെൽ. ഓക്കെ, ദിസ് ഇസ് 5 മീറ്റർ, 10 മീറ്റർ, 15 മീറ്റർ, 20 മീറ്റർ ആൻഡ് 25 മീറ്റർ. അപ്പോൾ മീറ്ററിൽ ഇവിടെ 5, 10, 15, 20, 25. ഓക്കെ, സോ നമ്മൾ പൊസിഷൻ കണ്ടുപിടിക്കുകയാണ്. 2 പൊസിഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഒരു കാർ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, സോ ദ ഇനീഷ്യൽ പൊസിഷൻ x1 എന്ന് പറയുന്നത്, അത് സ്റ്റാർട്ട് ചെയ്യുന്ന പൊസിഷൻ എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. അറ്റ് ടൈം t1 is equal to 5 സെക്കൻഡ് എന്ന് വിചാരിച്ചോളൂ. ഫൈനൽ പൊസിഷൻ x2 എന്ന് പറയുന്നത് ഏകദേശം 27.4 മീറ്റർ ആണ്. അറ്റ് ടൈം t2 is equal to 7 സെക്കൻഡ് എന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അപ്പോൾ ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റികളുടെ ആവറേജ് ആണല്ലോ. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്, നമ്മൾ സംഖ്യയുടെ ആവറേജ് ഒക്കെ എടുക്കുന്നത് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, 5 സെക്കൻഡിൽ 10 മീറ്റർ എന്ന പൊസിഷനിലാണുള്ളത്. ഓക്കെ, 7 സെക്കൻഡിൽ 27.4 മീറ്റർ എന്ന പൊസിഷനിലാണുള്ളത്. അപ്പം ഈ 5 സെക്കൻഡ് കഴിഞ്ഞ് 7 സെക്കൻഡിൽ ഇയാൾ 10 മീറ്ററിൽ നിന്ന് 27.4 മീറ്ററിലേക്ക് മാറി എന്നാണ് ചോദ്യം പറയുന്നത്. അതിൻ്റെ അർത്ഥം മൊത്തം ടൈം, ടോട്ടൽ ടൈം എത്രയാണ് മക്കളെ? ടോട്ടൽ ടൈം എത്രയാണ്? ഡെൽറ്റ ടി എന്ന് പറയുന്നത് 7 നിന്ന് 5 കുറക്കുക 2 സെക്കൻഡാണ് ചലനം നടന്നത്. മനസ്സിലായോ? 5 സെക്കൻഡിൽ ഒരു സ്ഥലത്ത് നിന്ന വസ്തു 7 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ മറ്റൊരു x2ലേക്ക് എത്തി. അതായത് 2 സെക്കൻഡിനുള്ളിൽ ഈ പൊസിഷൻ മാറ്റം നടന്നു. ടോട്ടൽ ടൈം 2 സെക്കൻഡ്സ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ 27.4 എന്നുള്ള സ്ഥലത്തേക്ക് 10 മീറ്ററിൽ നിന്നും എത്തി. അതായത് മൊത്തം 17.4 മീറ്റർ ആണ് ഡെൽറ്റ എക്സ് വരെ. ഓക്കെ, സോ യു വിൽ ബി ഗെറ്റിംഗ് ആവറേജ് വെലോസിറ്റി, ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ എക്സ് ബൈ ടോട്ടൽ ടൈം ഡെൽറ്റ ടി എത്ര വരും? 17.4/2. അതായത് ഏകദേശം 8.7 മീറ്റർ പെർ സെക്കൻഡാണ് ആവറേജ് വെലോസിറ്റി വരും. ഞാൻ പറഞ്ഞ പോലെ നമുക്കിനി പൊസിഷൻ ടൈം ഗ്രാഫിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ നോക്കൂ. ആദ്യത്തെ കണ്ടീഷൻ ശ്രദ്ധിക്കൂ. ദിസ് ഇസ് ദ ഫസ്റ്റ് കണ്ടീഷൻ, ദിസ് ഇസ് ദ സെക്കൻഡ് കണ്ടീഷൻ. ആദ്യത്തെ കണ്ടീഷനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 10 മീറ്റർ 5 സെക്കൻഡിൽ. ഇവിടുത്തെ 10 ഇങ്ങോട്ട് വരയ്ക്കുക, ഇവിടുത്തെ 5 ഇങ്ങോട്ട് വരയ്ക്കുക. ഇതാണ് നമ്മുടെ ആദ്യത്തെ പൊസിഷൻ P1. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ നോക്കൂ. 27.4, 25, 26, 27 ഇവിടെ വന്നു. ഇവിടെ ഒരു പൊസിഷൻ, അതെവിടെയാണ് പോകുന്നത്? അത് 7 സെക്കൻഡിലാണ്. അപ്പം ടൈമിൽ നിന്ന് 7 സെക്കൻഡ് ഇങ്ങോട്ട്. ദിസ് ഇസ് അവർ സെക്കൻഡ് പോയിന്റ് ആൻഡ് ദിസ് പോയിന്റ് ഇസ് മാർക്ക്ഡ് ആസ് P2. സ്വാഭാവികമായിട്ടും ഈ P1 to P2 ആണ് മോഷൻ നടക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പം ഈ ലൈനിൻ്റെ അതായത് ലൈൻ എന്തിൻ്റെയാ? നമ്മുടെ സ്ലോപ്പ് ഓഫ്, ഞാൻ പറഞ്ഞ പോലെ സ്ലോപ്പ് ഓഫ് P1 P2 ആണ് നമുക്ക് എന്ത് തരിക? വിൽ ഗിവ് ദി വെലോസിറ്റി. വിൽ ചെക്ക് ഇറ്റ്. ഓക്കെ, സോ ഫസ്റ്റ് തിങ് ഇസ് ഇതിങ്ങോട്ട് ജോയിൻ ചെയ്യുക. വി മേക്ക് ഇറ്റ് ആസ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വിത്ത് ദിസ് ആംഗിൾ ആസ് തീറ്റ. ഇത് നമുക്ക് എ എന്ന് കൊടുക്കാം.
ഇവിടെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ടാൻ ഓഫ് തീറ്റയാണ്, വിച്ച് ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് P2A ബൈ ഓപ്പോസിറ്റ് സൈഡ് P1A. P1A എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? P1A എന്ന് പറഞ്ഞാൽ ഈ പോയിന്റും ഈ പോയിന്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അല്ലേ? അതേപോലെ P2A എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് 27.4 അതേപോലെ 10ൻ്റെയും ഡിഫറൻസ് ആണ്. സോ 27.4 മൈനസ് ഈ പോയിന്റ് കൂട്ടിമുട്ടുന്ന ഇവിടെ 27.4, ഈ പോയിന്റ് കൂട്ടിമുട്ടുന്ന ഇവിടെ എത്രയാണ്? 10 ബൈ താഴോട്ട് നോക്കുമ്പോൾ ഈ പോയിന്റ് കൂട്ടിമുട്ടുന്നത് 7 മൈനസ് ഈ പോയിന്റ് ഇന്റർസെക്ട് ചെയ്യുന്നത് 5. സോ ദിസ് വിൽ ബി 27.4 മൈനസ് 10 വിച്ച് ഈസ് ഈക്വൽ ടു 17.4 ബൈ 7 മൈനസ് 5 2 വിച്ച് ഈസ് ഈക്വൽ ടു 8.7 മീറ്റർ പെർ സെക്കൻഡ്. സോ യു ക്യാൻ സീ ദാറ്റ് സ്ലോപ്പ് പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പിൽ നിന്ന് കിട്ടുന്ന അതേ ആൻസർ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? കാൽക്കുലേറ്റ് ചെയ്താലും കിട്ടുന്നത്. സോ ദിസ് പ്രൂവ്സ് ദാറ്റ് ദ സ്ലോപ്പ് ഓഫ് ദ പൊസിഷൻ ടൈം ഗ്രാഫ്, വൈ ആക്സിസിൽ പൊസിഷൻ, എക്സ് ആക്സിസിൽ ടൈം, അതിൻ്റെ സ്ലോപ്പ് നമുക്ക് വെലോസിറ്റി തരും. ഓക്കെ, അപ്പോൾ വെലോസിറ്റി വെച്ചിട്ടുള്ള വെലോസിറ്റി ഡയഗ്രത്തിലുള്ള കുറച്ച് കൺക്ലൂഷൻസ് ആണ് നമുക്കിനി നോക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു വെക്ടർ ആയതുകൊണ്ട് തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്ന ക്വാണ്ടിറ്റിയാണ് വെലോസിറ്റി. വെലോസിറ്റി എന്ന് പറയുന്നതും ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഇറ്റ് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഓക്കെ, സോ വെലോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്, സമയത്തിൻ്റെ സെക്കൻഡ് ആണ്, മീറ്റർ പെർ സെക്കൻഡ് ആണ് വെലോസിറ്റിയുടെ യൂണിറ്റ് ആയിട്ട് വരിക. ഓക്കെ, സോ ദിസ് ഈസ് വെലോസിറ്റി. ഇനി ഈ ഡിസ്പ്ലേസ്മെൻറ്റിന് പകരം ടോട്ടലായിട്ടുള്ള പാത്ത് ലെങ്ത് അഥവാ ഡിസ്റ്റൻസ്, ഓക്കെ, സോ ടോട്ടലായിട്ടുള്ള പാത്ത് ലെങ്ത് അഥവാ ഡിസ്റ്റൻസ് ബൈ ടോട്ടലായിട്ടുള്ള ടൈം എടുത്താൽ എന്ത് കിട്ടും? നമുക്ക് ആവറേജ് ആയിട്ടുള്ള സ്പീഡ് കിട്ടും. ഓക്കെ, ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ സ്പീഡാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണല്ലോ. അപ്പോൾ ടോട്ടൽ പാത്ത് ലെങ്ത് ബൈ ടോട്ടൽ ടൈം നമുക്ക് ആവറേജ് സ്പീഡാണ് കിട്ടുക. അതിൻ്റെ യൂണിറ്റും മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ കുറച്ച് കൺക്ലൂഷൻസ് നോക്കാം. ഓക്കെ, സോ ദിസ് ഇസ് 3 കണ്ടീഷൻസ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ്. 3 ഗ്രാഫ് നോക്കൂ. ഓക്കെ, അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് ഞാൻ പറഞ്ഞു ഡിസ്റ്റൻസ് ഒന്നുകിൽ 0 അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയുള്ള ഷോപ്പിൽ പോയി തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര ഞാൻ കവർ ചെയ്തു? ഷോപ്പിലേക്കുള്ള 1 കിലോമീറ്ററും ഷോപ്പിൽ നിന്ന് വീട്ടിലേക്കുള്ള 1 കിലോമീറ്ററും 2 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് കവർ ചെയ്തത്. അപ്പോൾ ഡിസ്റ്റൻസ് ഐദർ ബി 0 ഓർ എ പോസിറ്റീവ് വാല്യൂ. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താ? ഡിസ്പ്ലേസ്മെൻറ്റ് പോസിറ്റീവും നെഗറ്റീവും ആവും. അപ്പോൾ ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുമ്പോൾ നമ്മൾ നെഗറ്റീവാണ് എടുക്കുക ഡിസ്പ്ലേസ്മെൻറ്റ് വാല്യൂ, ഫോർവേഡ് ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ പോസിറ്റീവായിട്ടാണ്. അതൊരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഈ സൈൻ അതിൻ്റെ ഡയറക്ഷനെയാണ് സിഗ്നിഫൈ ചെയ്യുന്നത്. -40 എന്ന് പറഞ്ഞാൽ -40 എന്നല്ല അർത്ഥം, 40 മീറ്റർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകുന്നു എന്നാണ് ഈ മൈനസ് സൈൻ സിഗ്നിഫൈ ചെയ്യുന്നത്. അപ്പം അതേപോലെ തന്നെ വെലോസിറ്റി വാല്യൂസും പോസിറ്റീവ് ആവാം. സോ ദിസ് ഈസ് ഡിനോട്ടഡ് ബൈ എ പോസിറ്റീവ് വെലോസിറ്റി. അതേപോലെ നെഗറ്റീവ് വെലോസിറ്റി ആവാം, ഓർ ദ ഒബ്ജക്റ്റ് ഇറ്റ് ഇസ് അറ്റ് റെസ്റ്റ്. സോ ഈ കണ്ടീഷനിൽ പൊസിഷൻ ടൈം ഗ്രാഫ്, ഓക്കെ, സോ 3 പൊസിഷൻ ടൈം ഗ്രാഫ് ഹാസ് ബീൻ ഗിവൺ. ഈ 3 പൊസിഷൻ ടൈം ഗ്രാഫിൽ ദിസ് ഷോസ് ദി പോസിറ്റീവ് വെലോസിറ്റി, ദിസ് ഷോസ് ദി നെഗറ്റീവ് വെലോസിറ്റി, and this shows the object is at rest. 3 condition of position time graph ഓർത്ത് വെക്കുക. ഓക്കെ, എൻ്റെ ക്ലാസ് കുറച്ച് സ്പീഡായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ സ്പീഡ് കുറച്ചിട്ട് കേൾക്കാനുള്ള ഓപ്ഷൻ യൂട്യൂബിലുണ്ട്, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് ഒന്നുകൂടി കേൾക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ഒരു പ്രോബ്ലം കുറച്ചുകൂടി വൃത്തിക്ക് ഇവിടെ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഈ ഒരു ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയുടെയും സെക്ഷൻ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, സോ ഇതേ ഡയഗ്രാം തന്നെ എടുക്കുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതേ പ്രോബ്ലം ആണ്. യു വിൽ സീ ദ സെയിം ഡയഗ്രാം. സോ നമുക്ക് തന്നിട്ടുള്ള പ്രോബ്ലം ഇതാണ്. യു ഹാവ് ബീൻ ഗിവൻ ദ പ്രോബ്ലം ആസ് ഒരു കാറ് O എന്ന പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, സോ കാർ സ്റ്റാർട്ട്സ് ഫ്രം ദ പൊസിഷൻ O ആൻഡ് റീച്ചസ് ടു എ പോയിന്റ് P. ഈ P എന്ന പോയിന്റ് 360 മീറ്ററിലാണ് ഉള്ളത്. ഓക്കെ ഓക്കെ അപ്പോൾ ഇത് ട്രാവൽ ചെയ്യാൻ വേണ്ടി നമ്മുടെ കാർ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 18 സെക്കൻഡാണ്. ഇതാണ് ആദ്യത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷനിൽ പറയുന്നത് ഈ കാറ് ഇതിന് ശേഷം തിരിച്ചൊരു പോയിന്റ് ക്യൂയിലേക്ക് വരികയാണ്. ഓക്കെ, സോ ദ കാർ കംസ് ബാക്ക് ടു എ പൊസിഷൻ ടു എ പോയിന്റ് വിച്ച് ഈസ് മാർക്ക്ഡ് ആസ് ക്യൂ. ഈ ക്യൂ നിൽക്കുന്ന ലൊക്കേഷൻ 240 മീറ്ററാണ്. ഇതിനു വേണ്ടി എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് എത്രയാ? 6 സെക്കൻഡ്സ് ആണെന്ന് വിചാരിച്ചു. സോ ദിസ് ഇസ് ദ 2 കണ്ടീഷൻ. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റാർട്ടിംഗ് പൊസിഷൻ ഇങ്ങോട്ട് ആദ്യം പോകുന്നു, പിന്നെ തിരിച്ചിങ്ങോട്ടേക്ക് വരുന്നു. ഓക്കെ,
അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് പാർട്ടിൽ ക്വസ്റ്റ്യൻ നമ്മളോട് പറയുന്നത് ഫസ്റ്റ് കണ്ടീഷനിൽ ഇഫ് ദ കാർ മൂവ്സ്, കാർ എന്ത് ചെയ്യുന്നത്, കാർ മൂവ്സ് ഫ്രം O to P, ഓയിൽ നിന്ന് പിയിലേക്ക് പോകുന്ന കണ്ടീഷൻ നോക്കൂ. ആ സമയത്തുള്ള ആവറേജ് വെലോസിറ്റി കാണണം, ആവറേജ് സ്പീഡും കാണണം. നോക്കാം, നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ കാറ് ഓയിൽ നിന്ന് പിയിലേക്കാണ് പോകുന്നത് അല്ലേ. O എന്ന 0 നിന്ന് 360 മീറ്റർ പിയിലേക്ക് പോകുന്നു. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര വരും? ടോട്ടൽ ഡിസ്റ്റൻസ് 360 മീറ്റർ വരും. അത് തന്നെയാണ് ഡിസ്പ്ലേസ്മെൻറ്റും അല്ലേ. 0 360 രണ്ട് പൊസിഷൻ ചേഞ്ചസ് ആണ്. അവിടെ 360 മൈനസ് ഇവിടെ എന്ത് വരും? ഫൈനൽ പൊസിഷൻ x2 360 ആണ് അല്ലേ, 360 ആണ്. ഇനീഷ്യൽ പൊസിഷൻ 0 ആണ്. അപ്പോൾ 360 ആണ് വരിക. ടോട്ടൽ ടൈം ഈ 0യിൽ നിന്ന് 360ലേക്ക് സഞ്ചരിക്കാൻ എത്ര ടൈം എടുത്തു? 18 + 0 അല്ലേ. അപ്പോൾ ഇവിടെ നോക്കൂ, 18 + 0 അതായത് 18 സെക്കൻഡ്. 360/18 സെക്കൻഡ്സ് ആണ് എടുത്തത്. അതായത് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇവിടെ ആവറേജ് വെലോസിറ്റി വരുന്നത്. മുകളിൽ എന്താ കുട്ടികളെ കൊടുത്തിരിക്കുന്നത്? മുകളിൽ ഓയിൽ നിന്ന് പിയിലേക്ക് എടുക്കുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അല്ല ഇവിടെ വെലോസിറ്റി ആയതുകൊണ്ട് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അതേപോലെ ഓയിൽ നിന്ന് പിയിലേക്ക് എടുക്കുന്ന ടോട്ടൽ ടൈമാണ്. ഡിഫറൻസ് എന്ന് പറയുന്നത് നേരത്തെ ഗ്രാഫിൽ കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിച്ചാണ്. ഇവിടെ ഞാൻ പറഞ്ഞു ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈമാണ്. ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് എത്താൻ വേണ്ട ടോട്ടൽ ടൈമാണ്. ഓക്കെ, അപ്പോൾ അത് 18 സെക്കൻഡാണ്. ഓക്കെ, ഇനി ആവറേജ് സ്പീഡ് നോക്കാം. 0 നിന്ന് 360 ഡിഗ്രിയിലേക്ക് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0 നിന്ന് 360 മീറ്ററിലേക്ക് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 360 മീറ്റർ ആണ്. അതിനെടുക്കുന്ന സമയം 18 സെക്കൻഡാണ്. അപ്പോൾ 20 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ് ആവറേജ് സ്പീഡ് വരിക. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്, ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഒരേ ദിശയിൽ സഞ്ചരിക്കുമ്പോൾ ആവറേജ് വെലോസിറ്റിയും ആവറേജ് സ്പീഡും സെയിം തന്നെയാണ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡുകൾ സെയിം ആണ്. ഓക്കെ, ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഇഫ് മോഷൻ ഈസ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ, ഒരു സ്ട്രെയിറ്റ് ലൈൻ മോഷനാണ്, ഇൻ സെയിം ഡയറക്ഷൻ, ഒരേ ഡയറക്ഷനിലാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ പാത്ത് ലെങ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആയിരിക്കും. അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു ആവറേജ് സ്പീഡ് ആയിരിക്കും. ഓക്കെ, നമുക്കിതേ പ്രോബ്ലത്തിൻ്റെ അടുത്ത കണ്ടീഷനിലേക്ക് ഒന്ന് പോവാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഒന്ന് ബാക്ക് അടിച്ച് ഒന്നുകൂടി കേട്ടോളൂ, കുഴപ്പമില്ല. നമുക്ക് അപ്പം കുറച്ചുകൂടി കോൺസെപ്റ്റ് മനസ്സിലാവും. അപ്പോൾ രണ്ടാമത്തെ കേസ് നോക്കാം പ്രോബ്ലത്തിൻ്റെ. ഓക്കെ, സെക്കൻഡ് കണ്ടീഷനിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് കാർ മൂവ്സ് ഫ്രം, നമ്മുടെ കാറ് എന്താ ചെയ്യുന്നത്? കാർ മൂവ്സ് ഫ്രം O to P ആൻഡ് റിട്ടേൺസ് ടു Q. മനസ്സിലായല്ലോ. അതായത് നമ്മുടെ കാറ് ഇതാ ഇങ്ങനെ പോയി ഓയിൽ നിന്ന് പിയിലേക്ക് എത്തി, തിരിച്ച് പിയിൽ നിന്ന് ക്യൂവിലേക്ക് ഇങ്ങോട്ടും വന്നു. അപ്പം ഇങ്ങോട്ടേക്കുള്ള പോസിറ്റീവ് ആണ്, ഇങ്ങോട്ടുള്ള നെഗറ്റീവ് ആണെന്നുള്ളത് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ കേസിൽ ഓർത്ത് വെക്കണം. നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണെന്ന് നോക്കാം. 360 മീറ്റർ ഇങ്ങോട്ടേക്ക് സഞ്ചരിച്ചു പോസിറ്റീവ് ഡയറക്ഷനിൽ. ഓക്കെ അല്ലേ. അതിനുശേഷം പിന്നെ എന്താ സംഭവിക്കുന്നതെന്നറിയോ? പ്ലസ് ടോട്ടൽ ഡിസ്റ്റൻസ് എന്നല്ലേ ഞാൻ പറഞ്ഞത്, അല്ലെ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നല്ലേ ഞാൻ പറഞ്ഞത്, പ്ലസ് ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കൂ കുട്ടികളെ. ഇവിടെ 360 മീറ്ററിൽ നിന്ന് 240 മീറ്റർ എന്നുള്ള പൊസിഷനിലേക്ക് മാറുകയാണ്. അതായത് ഇവിടെ PQ എന്ന പൊസിഷനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, അല്ലെ PQ എന്നുള്ള എത്ര ദൂരമാണ് PQ എന്നാണ് കണ്ടുപിടിക്കുന്നത്. PQ എന്ന് പറയുന്നത് എന്തായിരിക്കും ശരിക്കും? ഈ ഓയിൽ നിന്ന് പിയിലേക്കുള്ള ദൂരം, അതായത് OP മൈനസ് ഓയിൽ നിന്ന് ക്യൂയിലേക്കുള്ള ദൂരമായിരിക്കും OQ ആയിരിക്കും അല്ലേ. ഓക്കെ, സോ OP മൈനസ് എന്തായിരിക്കും? അതേപോലെ OP മൈനസ് OQ ആയിരിക്കും എന്ത്? PQ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെത്ര വരും? OP എന്ന് പറയുന്ന 360 മൈനസ് OQ എന്ന് പറയുന്നത് 240 സമം 120 മീറ്റർ വരും. ഓക്കെ, സമ്മതിച്ചല്ലോ. അപ്പോൾ ഈ കഷ്ണം QP എന്നുള്ള കഷ്ണം അല്ലെ PQ എന്നുള്ള കഷ്ണം 120 മീറ്റർ ആണ്. ഇവിടെ നോക്കൂ, കാറ് ഇവിടെ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത്? ഓയിൽ നിന്ന് പിയിലേക്ക് ഫോർവേഡ് ഡയറക്ഷനാണ്. അതിനുശേഷം പിയിൽ നിന്ന് ക്യൂവിലേക്ക് റിവേഴ്സ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ 120 മീറ്റർ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ കേസിൽ പ്ലസ് മൈനസ് 120 മീറ്റർ വരും. എന്തുകൊണ്ടാ? തിരിച്ചാണ് വരുന്നത്. ഇത് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ തിരിച്ചാണ് വരുന്നത്. അതായത് 360 മൈനസ് 120 മീറ്റർ വരും ഇവിടെ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതേപോലെ ടോട്ടൽ ടൈം നോക്കാം. ഇവിടുന്ന് ഓയിൽ നിന്ന് പിയിലേക്ക് 18 സെക്കൻഡും അതിനുശേഷം പിയിൽ നിന്ന് ക്യൂയിലേക്ക് 6 സെക്കൻഡ്.
24 സെക്കൻഡ് വരും മൊത്തം അല്ലേ. അതായത് നമ്മളോട് ചോദിച്ചത് O to P ആൻഡ് റിട്ടേൺസ് ടു Q. Oയിൽ നിന്ന് Pയിലേക്ക് 18 സെക്കൻഡ് എടുത്ത് പോയി, അയാൾ പിന്നെ 6 സെക്കൻഡ് എടുത്ത് Qയിലേക്ക് കിട്ടി, 18 + 6. ഓക്കെ, സോ 360 - 120 മീറ്റർ എന്നത് എന്നെ വരും 240 മീറ്റർ വരും. അതേപോലെ ബൈ 18 + 6 24 വരും. അപ്പോൾ ഇത് രണ്ടും വെട്ടിപ്പോയാൽ 10 മീറ്റർ/സെക്കൻഡ് ആണ് ഇവിടെ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഒന്നുകൂടി ജസ്റ്റ് ബാക്കഡ് ചെയ്തിട്ട് നോക്കൂ. ഓക്കെ, നമുക്കിനി ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാം. ഇവിടെ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കുമ്പോൾ എന്താ വരുന്നത്? ടോട്ടൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ് കാണണം. ഞാൻ പറഞ്ഞു സ്പീഡ് പോസിറ്റീവ് ആവാം, 0 ആവാം, നെഗറ്റീവ് ആവില്ല. അപ്പം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എത്ര വന്നു? 360 മീറ്റർ വന്നു അല്ലേ. 360 പ്ലസ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്ര? ഈ കഷ്ണത്തിൻ്റെ നീളം എത്രയാണ് നമ്മൾ നോക്കി? 120 + 120 വരും. എന്തുകൊണ്ടാണ്? സ്പീഡ് ഇസ് ഓൾവേസ് പോസിറ്റീവ്. അപ്പോൾ 360 + 120 എന്ന് പറയുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് ഇവിടെ കവർ ചെയ്യുന്നത്, അല്ല നമ്മുടെ കാർ കവർ ചെയ്തത് 480 മീറ്റർ ആയിരിക്കും. ഇനി സമയമോ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് 18 സെക്കൻഡ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 6 സെക്കൻഡ്. അപ്പോൾ 18 6 24, 480/24 വരും. ടോട്ടൽ സ്പീഡ് അത് വരുന്നത് 20 മീറ്റർ/സെക്കൻഡ് ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ കോൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരേ ദിശയിൽ സഞ്ചരിക്കുമ്പോൾ വെലോസിറ്റിയും സ്പീഡും സെയിം ആയിരിക്കും. പക്ഷേ ഈ കേസിൽ നോക്കൂ, ഒരു ദിശയിൽ സഞ്ചരിച്ച് പിന്നെ തിരിച്ച് റിവേഴ്സ് വരികയാണ് അല്ലേ. അപ്പോൾ സ്പീഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാറി, വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് മാറി. ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന പ്രോബ്ലം. ഓക്കെ, അപ്പോൾ സമയം ഒരുപാട് ലെങ്തി ആകുമ്പോൾ നിങ്ങൾക്ക് ഡാറ്റ യൂസേജും അങ്ങനെ കാര്യങ്ങൾ വരും. അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ ക്ലാസ് പോകുന്നത്. ഒന്ന് ജസ്റ്റ് ബാക്ക് അടിച്ച് ഒന്നും കൂടി നമ്മുടെ ഈ സെക്ഷൻ ഒന്ന് നോക്കുക, പ്രോബ്ലം ഒന്നും കൂടി ചെയ്ത് നോക്കുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, അടുത്ത വീഡിയോ നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി, ആക്സലറേഷൻ ഒക്കെ വെച്ചിട്ടുള്ള വീഡിയോ നമുക്ക് നോക്കാം. മറ്റുള്ള വീഡിയോസും ഈ ചാനലിൽ വാച്ച് ചെയ്യുക. എല്ലാം നമ്മുടെ NCERT സിലബസ് അനുസരിച്ചുള്ള ടോപ്പിക്സ് ആണ്. നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ സജസ്റ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ചാനൽ മറന്നു പോകരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.